നമുക്ക് ഇച്ചിരി ചക്ക വരട്ടിയാലോ? പെട്ടെന്ന് പണ്ടത്തെ കാലത്തെ പോലെ ഒത്തിരി സമയം എടുക്കുന്നതിൽ പെട്ടെന്ന് വരട്ടാം കേട്ടോ. ഇച്ചിരി ചക്കപ്പഴം കിട്ടിയിട്ടുണ്ട്. ആ ചക്കപ്പഴം നമ്മൾ മിക്സിയിലിട്ട് ചെറുതായിട്ട് ഇങ്ങനെ മുറിച്ച് ചക്കപ്പഴം നമ്മൾ ചാണയും ചൂരും എല്ലാം കളഞ്ഞു വെച്ചിരിക്കണം കേട്ടോ. മിക്സിയിലിട്ട് ഇങ്ങനെ നല്ലപോലെ പേസ്റ്റ് പോയിട്ട് അരച്ചെടുക്കണം. എത്ര നന്നായിട്ട് അരയ്ക്കാവോ അത്ര നന്നായിട്ട്. ഞാൻ അരച്ചെടുക്കുന്ന മറ്റേ തരിയൊക്കെ ഉണ്ട്. കാരണം പിള്ളേർ ചക്കയുടെ തരിയെ കണ്ടിട്ട് ചെത്തിനകട്ടെന്ന് ഓർത്തിട്ടാ ഇച്ചിരി തരിയോടുകൂടി ഞാൻ അരച്ചിരുന്നത്. നല്ലോണം അരച്ചെടുത്തിട്ട് അതിന് നമ്മൾ അടുക്കി പിടിക്കുകയല്ലാത്ത ഒരു പാനിലേക്ക് പാൻ ചൂടാക്കി ഒന്നും ഒഴിക്കാതെ ആ ചക്കേനെ നമ്മളൊന്ന് ചുമ്മാ ഇങ്ങനെ ചൂടാക്കി എടുക്കും കേട്ടോ. എണ്ണയൊന്നും വേണ്ട, ഇപ്പം ചൂടാക്കി എടുക്കുക. അടുക്കി പിടിക്കാതെ നോക്കുക. അടുക്കി പിടിക്കാത്ത നല്ല പാത്രം ഉണ്ടെങ്കിൽ അടുക്കി പിടിക്കത്തില്ല. ചൂടായി ഇച്ചിരി വെള്ളം ഒക്കെ ഒന്ന് പറ്റി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും നമ്മൾ അതിലേക്ക് കുറച്ച് ശർക്കരപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ശർക്കരപ്പൊടിയും നെയ്യും എന്തോരം നല്ലോണം ഇടാവോ അത്രയും നെയ്യിട്ടുള്ളുക. നെയ്യിടുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടും കേട്ടോ. അപ്പം നല്ലോണം ആയി കിട്ടുകയും ചെയ്യും നെയ്യിട്ട് കഴിയും. പിന്നെ അതിലേക്ക് നമ്മൾ ഇച്ചിരി ഏലക്ക, ജീരകം, ചുക്ക് ഇത്രയും സാധനം പൊടിച്ചിട്ട് പൊടിച്ചു വെക്കണേ. അതിൽ ചേർക്കാൻ വേണ്ടിയിട്ടുള്ളത്. അത് നല്ലോണം ഒന്നായി കഴിഞ്ഞ് കഴിയുമ്പോഴേക്ക് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുകൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കുക. കുറേ നേരം ഇങ്ങനെ ഒരു 5-10-15 മിനിറ്റ് ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം കേട്ടോ. ഇളക്കി നല്ല ഒരു ഇളക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും അതിങ്ങനെ എന്താ പറയാ, ഇങ്ങനെ ചട്ടിയുടെ അടിയിൽ നിന്ന് ഇങ്ങനെ മാറി വരുന്നുണ്ട്. ഇങ്ങനെ കട്ടയായിട്ട് കണ്ടോ, അതിന്റെ അടിയിൽ നിന്ന് ഇങ്ങനെ വിട്ട് വരുന്നുണ്ട്. കരിയാണ്ട് അടിയിൽ നിന്ന് വിട്ട് വരുന്നുണ്ടോ. നല്ല സ്മെല്ലൊക്കെ വരും കേട്ടോ. സ്മെല്ല് നോക്കിയാൽ നല്ല സ്മെല്ലാ. നല്ല അടിപൊളി ചക്ക വരട്ടിയതാവുന്നുണ്ട്. നമ്മള് സാധാരണ എല്ലാവരും പണ്ട് ഉരുളിയിൽ വലിയ കഷ്ടപ്പെട്ട് ഒത്തിരി സമയം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണേ. നമ്മൾ പെട്ടെന്നൊരു അരമണിക്കൂർ മാക്സിമം കൊണ്ട് ഉണ്ടാക്കുന്നേ. അരമണിക്കൂറൊന്നും എടുക്കൂല, 10-20 മിനിറ്റ് കൊണ്ടാവും. കണ്ടോ, അത് അടിയിൽ നിന്ന് നല്ല ഇങ്ങനെ വിട്ട് നല്ല പുറകെ നല്ല ചക്ക വരട്ടിയതായി വരുന്നുണ്ടോ. നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഇളക്കി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഇത് ആയിട്ടുണ്ട്. പിന്നെ മഞ്ഞ കളർ കിടക്കുന്ന ചക്കയാട്ടോ. ഒത്തിരി അരയാണ്ട് ചിരി കഷ്ണങ്ങൾ കളഞ്ഞിരുന്ന ചക്കയാണേ. നോക്കി ഇപ്പൊ എത്ര പെട്ടെന്ന് നമുക്ക് സൂപ്പറായിട്ട് ചക്ക വരട്ടി ഉണ്ടാക്കാന്ന് ഓർത്ത് പിള്ളേർക്കൊക്കെ ജസ്റ്റ് ഇച്ചിരി ഞാൻ ഉണ്ടാക്കിയല്ലോ കേട്ടോ. ഞാനൊരു ഷെഡിൽ നേരം ഇപ്പൊ കഴിക്കാൻ വേണ്ടി മാത്രമേ ഉണ്ടാക്കുള്ളൂ. ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം. ഇത് കുഴപ്പമില്ല. സ്റ്റോർ ചെയ്ത് എത്ര ദിവസം വേണേലും വെക്കാം. ഇത് ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാം. പിന്നെ ബ്രെഡിൽ തേച്ച് കഴിക്കുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിയാം കേട്ടോ. പിന്നെ ഈ ഉണ്ട ഉണ്ടാക്കുമ്പോൾ കോഴിക്കോട്ടൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ അകത്ത് വെക്കും. അങ്ങനെ പല രീതിയിൽ വെച്ച് കഴിക്കാൻ പറ്റും കേട്ടോ. ഞാൻ വെറുതെ കഴിക്കാൻ വേണ്ടി ചുമ്മാ ഉണ്ടാക്കിയതാണേ. അപ്പൊ താങ്ക്സ് ഫോർ വാച്ചിങ്.